എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2123 ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ മലയാളം വിഭാഗത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര നന്ദി. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന വ്യക്തികൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വിഷയാവതരണം നടത്തുവാനായി എത്തുന്നത് ഡോക്ടർ IR അശോക് കുമാറാണ്. ഡോക്ടർ കാസർഗോഡ് ജില്ലയിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഡോക്ടർ IR അശോക് കുമാറിനെ ആദരപൂർവ്വം ഇന്നത്തെ വിഷയാവതരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി പാനലിസ്റ്റുകളായി എത്തിയിരിക്കുന്നത് ഒന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഹോമിയോപ്പതി പഠിക്കുവാൻ കേരളത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞ ഡോക്ടറാണ്. കൂടാതെ ഇന്റർനാഷണൽ തലത്തിലും ഹോമിയോപ്പതിയുടെ വ്യാപ്തി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടെ നിന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായി റിട്ടയർ ചെയ്ത ഡോക്ടർ ജോസ് ഐസക് സാറാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിൽ പാനലിസ്റ്റായി എത്തുന്നത് ഹോമിയോപ്പതിയിൽ എന്ത് ചലനങ്ങൾ ഉണ്ടായാലും അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കെതിരായി എന്ത് മൂവ്മെന്റ് കണ്ടാലും അതിനെ കൂർമ്മബുദ്ധിയോടുകൂടി വീക്ഷിക്കുകയും അതിനെല്ലാം അഭിപ്രായങ്ങൾ അപ്പോൾ തന്നെ പറയുകയും ചെയ്യുന്ന ഡോക്ടർ VK ദേവരാജാണ് അടുത്ത നമ്മുടെ പാനലിസ്റ്റ്. അദ്ദേഹത്തിനെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മോടൊപ്പം പാനലിസ്റ്റായി എത്തുന്നത് ഡോക്ടർ മുഹമ്മദ് അൻസാർ. അദ്ദേഹവും ഇതുപോലെ ഹോമിയോപ്പതിയിൽ മെഡിക്കൽ ബില്ല് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും ആധികാരികമായി അഭിപ്രായങ്ങൾ പറയുകയും സ്വന്തമായി എറണാകുളം ജില്ലയിൽ കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം ഒരു ഹോമിയോപ്പതിയിലെ കാർഡിയോളജിസ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തി കൂടിയായ ഡോക്ടർ മുഹമ്മദ് അൻസാറാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി നമ്മുടെ IFPHന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാജി കുടിയാട്ട് ഡോക്ടർ ഉൾപ്പെടെ ഇന്ന് എത്തിയിട്ടുള്ള ബഹുമാന്യരായ എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുവാനായി എത്തുന്നത് നമ്മുടെ മറിയാമ്മ ഡോക്ടറാണ്. മറിയാമ്മ ഡോക്ടർ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയാണ്. മറിയാമ്മ ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായി വിഷയാവതരണമാണ്. ഡോക്ടർ ഒരു 5 മിനിറ്റ് കൊണ്ട് വിഷയം അവതരിപ്പിക്കണം. 10 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 10 ആണോ? ഓക്കെ. അപ്പോ 10 മിനിറ്റ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ സമയമൊക്കെ കണക്കൂട്ടി നോക്കി. മറ്റേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് 10 മിനിറ്റ് വേണ്ടി വരും. പിന്നെ അവസാനം ഒരു കൺക്ലൂഷന് ഒരു 2-3 മിനിറ്റ് വീതമെങ്കിലും വേണ്ടി വരും. പുറത്തുള്ളവർക്ക് ചർച്ചയ്ക്ക് കുറച്ചൊരു സമയം കൊടുക്കണം. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ എന്തായാലും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഡോക്ടർ ഒരു 10 മിനിറ്റിനകത്ത് നിർത്തത്തക്കവണ്ണം വിഷയാവതരണം നടത്തുവാനായി അശോക് കുമാർ ഡോക്ടറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷൈല ഡോക്ടർക്ക് പേടിയാണ് ഞാൻ കാര്യങ്ങൾ ഇത്തിരി പരത്തി പറയുന്ന കൂട്ടത്തിലാണെന്നും, അതുകൊണ്ടാണ് 5 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ പരമാവധി ചുരുക്കി പറയാം. പുതിയ സർക്കാരും ഹോമിയോപ്പതി ഡോക്ടർമാരുടെ പ്രതീക്ഷകളും, അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ വലിയ പ്രതീക്ഷകൾ വെച്ച, പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടർ അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അധികം പേരൊന്നും ഇല്ല, 30 പേരെ കാണുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പുതിയ സർക്കാരിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ പ്രതീക്ഷകളുണ്ട്. എല്ലാ രംഗത്തും പ്രതീക്ഷകളുണ്ട്. കാര്യം, ഒരു 10 വർഷത്തിന് ശേഷമാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്കറിയാം, നമ്മളെ ഒരു പരിധിവരെ ദോഷമായി ബാധിക്കുന്ന പല ബില്ലുകളും ഇല്ലെങ്കിൽ ആക്റ്റുകളും ഒക്കെ വന്നു.
ഹോമിയോപ്പതി ചികിത്സ നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലേക്ക് നമ്മൾക്ക് പോലും പറയേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ സമീപിച്ചിട്ടുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയിലുള്ള കക്ഷികളാണ്. UDF ഭരണസമിതിയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് അവരൊരു മാനിഫെസ്റ്റോ നമ്മുടെ മുന്നിൽ വെച്ചിരുന്നു. സ്വപ്ന പദ്ധതികൾ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ പറഞ്ഞതിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഏകദേശം ആരോഗ്യ രംഗത്ത് തന്നെ നമ്പർ ഇട്ട് 102ഓളം കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഒരു സ്ഥലത്ത് മാത്രമാണ് ഹോമിയോപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 101 സ്ഥലത്തും അത് കൈകാര്യം ചെയ്യേണ്ട വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പെന്നാണ്. ഞാൻ കരുതി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആയുഷ് വരുമെന്ന്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ആയുഷ് വകുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹോമിയോപ്പതിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ആയുഷ് വകുപ്പ് മൊത്തത്തിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഹോമിയോപ്പതിയെ പറ്റി പറയുന്നത് ഹോമിയോപ്പതി ചികിത്സാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ ഒരു കമ്മീഷനെ നിയമിക്കും എന്നുള്ള ഒരു സൂചന മാത്രമേ ആ 102 നമ്പർ ഇട്ട്, അതായത് ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ കണ്ടിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം ധനേഷ് ഡോക്ടറുടെ ശ്രദ്ധയിലേക്ക് അത് അയച്ചു കൊടുത്തിരുന്നു. അപ്പോ ഈ ഹോമിയോപ്പതി കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ സൈഡ് സാർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സൈഡ് സാറിന് ചിരിക്കാൻ വകയുണ്ടായിരുന്നു, അല്ലെങ്കിൽ സൈഡ് സാറ് അധ്യക്ഷനായിട്ട്, അല്ലെങ്കിൽ സൈഡ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ 1994 ശ്രീ VM സുധീരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുണ്ടായിരുന്ന സമയത്ത് രൂപീകരിച്ചിരുന്നു. സൈഡ് സാർ അല്ല, അധ്യക്ഷൻ സൈഡ് സാർ ആയിരുന്നില്ല, ഡോക്ടർ രവി എം നായർ സാർ ആയിരുന്നു. അന്ന് ISKയുടെ പ്രതിനിധിയായിട്ട് ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറും. അന്ന് IHMA എന്നുള്ള സംഘടനയില്ല, പകരം കേരള ഹോമിയോ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ KHMGA എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പം 2 സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെയാണ് ആ സംഘടനയിലേക്ക്, ആ കമ്മീഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ എൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രേമേന്ദ്രനെയാണ് അതിൻ്റെ കമ്മിറ്റിയിലേക്ക് വെച്ചതും. അങ്ങനെ സൈഡ് സാറും പ്രേമേന്ദ്രനും ഡോക്ടർ രവി എം നായർ സാറും വേറെ 1-2 പേരൂടെ ഉൾപ്പെടുന്ന ഒരു ഹോമിയോപ്പതി കമ്മീഷൻ രൂപീകരിക്കുകയും ആ കമ്മീഷൻ കുറേയേറെ നിർദ്ദേശങ്ങൾ, എല്ലാ ജില്ലയിലും സിറ്റിംഗ് നടത്തി കുറേയേറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നിർഭാഗ്യവശാൽ ആ കമ്മീഷന്റെ ഒന്നും തന്നെ പുറത്തു വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു കമ്മീഷനെ നിയമിക്കാം ഇല്ലെങ്കിൽ നിയോഗിക്കാം എന്നുള്ള ഒരു വാക്കുകൾ മാത്രമേ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ കാണുന്നുള്ളൂ. എങ്കിലും നമ്മൾക്ക് കുറേയേറെ കാര്യങ്ങൾ ഈ പുതിയ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുക, എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, ഇല്ലെങ്കിൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മളുടെ സാധ്യതകൾ ഒരുപക്ഷെ ഒരു പരിധി വരെ അവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. എങ്കിലും അത് രേഖാമൂലം അവരെ അറിയിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ ഇപ്പോൾ ഒരു എപ്പിഡമിക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ SS ലാല് ചെയർമാനും ഡോക്ടർ ശ്രീജിത്തൻ കുമാർ കൺവീനറുമായിട്ട്. ഡോക്ടർ SS ലാലും ഡോക്ടർ ശ്രീജിത്തൻ കുമാറും ഡോക്ടർ ഷാജി കുടിയാട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരേ സമയത്ത് കോളേജിൽ പഠിച്ചവരാണ്, ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നുള്ള കഥയൊക്കെ നമ്മൾ പിന്നീട് പറയാം. ഡോക്ടർ ഷാജി കുടിയാട്ടനൊക്കെ അതറിയാം. പക്ഷെ അവരൊക്കെ ഇന്ന് ഹോമിയോപ്പതിക്ക് തീർത്തും എഗൻസ്റ്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പൊ അവരെയൊക്കെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഒരു ഹൈപ്പവർ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിലും വൈറൽ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള നമ്മുടെ സാധ്യതകൾ അതവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹോമിയോപ്പതി വകുപ്പിന്റെ ഏറ്റവും വലിയ ഗ്ലാമർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ജനനി പദ്ധതി നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ജനനി പദ്ധതി ആരംഭിച്ചിട്ട് ഒരു 2015 തുടങ്ങുന്നത്. 2015 കണ്ണൂർ ജില്ലയിൽ തുടങ്ങി മറ്റ് ജില്ലകളിലേക്ക് 16-17 വർഷങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. അതിനു മുമ്പ് സീതാലയം ഉണ്ടായിരുന്നു. സീതാലയത്തിൽ നിന്നും വേർപെടുത്തിയാണ് ജനനി പദ്ധതി, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് ആരംഭിക്കുന്നത്. ഈ ഒരു 10 വർഷം കൊണ്ട് നമുക്ക് 3000-ലധികം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത്
ആ, കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിലും UN രക്ഷാസമിതിയിൽ വരെ പരാമർശിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാര്യമായ അതിന് ഒരു പ്രോത്സാഹനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കിട്ടിയതായിട്ട് കാണുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ജനനി ഹോസ്പിറ്റൽ പണിയുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും കെട്ടിടങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൽ കാര്യമായ ഒരു പ്രവർത്തനമില്ല. ആ, ഒട്ടുമിക്ക ജില്ലകളിലും 100-ലധികം പോസിറ്റീവ് കേസസ് അല്ലെങ്കിൽ 100-ലധികം ഡെലിവറികൾ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ സംസ്ഥാന തലത്തിൽ 3000-ലധികം കേസസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ സർക്കാർ ഇക്കാര്യങ്ങൾ ആ, സർക്കാർ തന്നെ ഒന്ന് ഏറ്റെടുത്ത് ഇത്തരത്തിലൊരു റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഇതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങളുടെ ഇടയിൽ അതിനൊരു അവയർനെസ് ഉണ്ടാകും. നമുക്കറിയാം, ഇൻഫെർട്ടിലിറ്റി 50-60 ലക്ഷം രൂപയാണ് ആ ഒരു ചികിത്സ ഇല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് ഓരോ ജനങ്ങളും ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ 3000 റിസൾട്ട് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ജില്ലയായ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ പോലും 125-ലധികം റിസൾട്ടുകൾ ഉണ്ടായി. 100 റിസൾട്ട് ഉണ്ടായതിൻ്റെ ഒരു ആഘോഷ പരിപാടി ഞാൻ DMO ആയിരുന്നപ്പോൾ അവിടെ നടത്തിയതാണ്. കൊല്ലം ജില്ലയിൽ അത് 2018-ലാണ് നടത്തിയത്. 200 കേസസ് പോസിറ്റീവ് ആയതിൻ്റെ ഒരു ആഘോഷ പരിപാടി 2018-ൽ അന്നത്തെ വകുപ്പ് മന്ത്രിയല്ല, അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയൊക്കെ 400 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ ക്യാൻസർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാൻസർ കേസുകൾ ധാരാളമായി കൂടി വരുന്നു. ക്യാൻസറോഫോബിയ ക്യാൻസറിനൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ, അപ്പോൾ ഈ ജനനി കേസിലും നമ്മൾക്ക് 3000 റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ 99% കേസസും എല്ലാ IVF വരെ ഫെയിൽ ചെയ്ത ശേഷം 40 വയസ്സിനടുത്താകുമ്പോൾ അറ്റ കൈ പ്രയോഗം എന്നുള്ള നിലയിൽ ഒരു അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്കിൽ പിന്നെ ഹോമിയോപ്പതിയും കൂടെ കഴിച്ചേക്കാം എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു, അതായത് ഇനിഷ്യൽ സ്റ്റേജസിലുള്ള കേസസ് ഒന്നും നമുക്ക് കിട്ടാറില്ല. എന്നിട്ട് പോലുമാണ് ഇത്രയും റിസൾട്ട് ഉണ്ടായത്. അതവിടെ നിന്ന് കിട്ടുക. അതുപോലെ തന്നെയാണ് ക്യാൻസർ കേസിന്റെ കാര്യത്തിലും. ക്യാൻസർ രോഗം അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജുകളിൽ ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്യാൻ പോലും പൊതുജനങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ഒരു അവസരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. ഏറ്റവും ടെർമിനൽ കേസുകളാണ്, ഇല്ലെങ്കിൽ സർജറിയും കീമോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞിട്ടാണ്, മൊത്തം ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് ഇത്തരം കേസുകൾ വരുന്നത്. ഇല്ലെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ധാരാളം കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിനൊന്നും ഡോക്യുമെന്റേഷൻ ഇല്ല, നിങ്ങൾ ചികിത്സിച്ചതിനൊന്നും രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തുനിന്ന് ഇന്ന് സർക്കാർ സംവിധാനത്തിലെ മുഴുവൻ കേസുകളും ഡോക്യുമെന്റേഷൻ ഉണ്ട്. 2018-19 കാലം മുതൽ അഹിംസ എന്ന് പറയുന്ന ഒരു പോർട്ടലിലേക്ക് എല്ലാ ദിവസവും ഈ കേസസ്, ഏതൊക്കെ കേസസ് ആണ് ആശുപത്രിയിൽ വരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ 1100ഓളം സ്ഥാപനങ്ങളിൽ നിന്നുള്ള കേസസ് മുഴുവൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും ആയുഷ് സെക്രട്ടറിക്കും വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒരു ക്ലിക്കിലൂടെ കണ്ടെത്താൻ കഴിയും. ഓരോ ഡിസ്പെൻസറിയിലും എത്ര കേസസ് വന്നു, ഓരോ ജില്ലയിലും എത്ര കേസസ് വന്നു എന്നുള്ളത് അന്ന് അതാത് ദിവസങ്ങളിൽ 2 മണിയോടുകൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ നടക്കുന്നുമുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കണക്കുകളില്ല, ഇല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാൻ ഇനി കഴിയില്ല. അപ്പോൾ പിന്നീട് ഇന്ന് ഞാൻ ഒരു ഫോട്ടോ കണ്ടു. ബഹുമാനപ്പെട്ട നമ്മുടെ IFPHന്റെ തന്നെ ഡോക്ടർ യഹിയ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പഴയ നമ്മുടെ PT ഉഷയ്ക്ക് കൈമാറുന്നത്. എന്താണ് ചടങ്ങെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും ഈ സ്പോർട്സ് മെഡിസിനിൽ ഹോമിയോപ്പതിക്ക് വളരെയേറെ സാധ്യതകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ MS ധോണി പോലും അതൊന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വീഡിയോ ഞാനത് നല്ല രീതിയിൽ എൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിരുന്നു. MS ധോണി ഈ സ്പോർട്സ് മെഡിസിനും ഹോമിയോപ്പതിയും വളരെ പ്രയോജനകരമാണ് എന്ന് പറഞ്ഞിട്ട് ഈ PT ഉഷ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2010-ലോ 2005-ലോ ഒക്കെ PT ഉഷ ഏറ്റവും വലിയ ഓട്ടക്കാരിയായിരുന്ന സമയത്ത് പോലും സ്പോർട്സ് മെഡിസിനിൽ ഹോമിയോപ്പതി, അവരുടെ കാലിൻ്റെ സ്പ്രെയിൻ മാറ്റിയത് അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചുറി മാറ്റിയത് ഹോമിയോ മെഡിസിൻ കൊണ്ടാണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പോർട്സ് മെഡിസിനിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമം. പിന്നെ വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട്, ഹോമിയോപ്പതി വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടും കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് 2 ഗവൺമെന്റ് കോളേജുകളും
3 എയ്ഡഡ് കോളേജുകളുമുണ്ട്. പക്ഷേ ഈ 2 ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമേ PG കോഴ്സ് നിലവിലുള്ളൂ. ഈ 2 കോളേജുകളിലൂടെയുള്ള PG സീറ്റിനേക്കാൾ കൂടുതൽ PG സീറ്റ് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒറ്റ കോളേജിലായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ അവിടെയൊക്കെ ഹോമിയോപ്പതിയിൽ PG തുടങ്ങിയത് കേരളത്തിലാണ്. നമ്മളത് എപ്പോഴും കേരളമാണ് ഹോമിയോപ്പതിയുടെ ഹബ്ബ് എന്നൊക്കെ പറയുമ്പോഴും പുതിയ പുതിയ സബ്ജക്റ്റുകളുടെ PG, പീഡിയാട്രിക്സ് ഇല്ലെങ്കിൽ അതുപോലുള്ള സബ്ജക്റ്റുകളിൽ സൈക്കാട്രി PGകളൊന്നും കേരളത്തിലേക്ക് അനുവദിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അത് പഠിക്കണമെങ്കിൽ പീഡിയാട്രിക്സിലോ പിന്നെ സൈക്കാട്രിയിലോ ഒക്കെ PG പഠിക്കണമെങ്കിൽ ഒന്നുകിൽ മംഗലാപുരത്തേക്ക് പോകണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്തരത്തിൽ ഹോമിയോപ്പതി വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ പുതിയ സർക്കാർ പരിശ്രമിക്കണം. അത് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഹോമിയോപ്പതി കമ്മീഷനെ വെക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി ഉപദേശക സമിതി. ഈ ഉപദേശക സമിതിയെ പറ്റി പറയുമ്പോൾ ഡോക്ടർ ജോസ് ഐസക് സാറിനൊക്കെ ഓർമ്മയുണ്ടാകും. ഞാനൊക്കെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒക്കെ നിർത്തുക, അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഐസക് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്ന് അന്ന് സ്റ്റുഡൻറ് പ്രതിനിധിയായിട്ട് കോഴിക്കോട് ഹോമിയോ കോളേജിൽ നിന്ന് ഉമ്മനായിരുന്നു പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ വാശിയേറിയ ചർച്ചകളും ഹോമിയോപ്പതിക്ക് വേണ്ടിയുള്ള അവകാശങ്ങളും ഒക്കെ നമ്മൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഉപദേശക സമിതിയും കമ്മീഷനും ഒക്കെ വരുന്നത് നന്നാവും. പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങൾ, അതുപോലെ നമ്മുടെ ഡോക്ടർമാർക്ക് ചികിത്സിക്കുവാനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകണം എന്ന് മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് സമയം അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് പോകാം. ഓക്കെ, അശോക് കുമാർ ഡോക്ടർ, ഇനി സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. അടുത്തതായി പുതിയ സർക്കാരിൽ ഹോമിയോപ്പതിക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഡോക്ടർ ജോസ് ഐസക് സാറിലേക്കാണ് പോകുന്നത്. സാറിനെ ക്ഷണിക്കുന്നു. സാറെ അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ അശോക് കുമാർ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു, എന്തെല്ലാം നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് മന്ത്രിസഭയ്ക്ക് നൽകുക. അതിൽ നിന്ന് എല്ലാം നടക്കില്ലായിരിക്കാം, എങ്കിൽ പോലും ആവശ്യങ്ങൾ കൃത്യമായി നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത 5 വർഷം ഹോമിയോപ്പതി രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സർക്കാർ തലത്തിലുണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. നമുക്കറിയാം, ഞാനതൊരു 3 വിഭാഗമായിട്ട് തിരിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാലോ, ഹോമിയോപ്പതിക്ക് ഇന്ന് 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് കോളേജിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 നമ്മുടെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലും വരുത്തേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇത്രയും നാൾ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 ആക്റ്റുകളെ നമ്മൾ എതിർക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ, ആ ആക്റ്റിലുള്ള ചില കാര്യങ്ങൾ, ആ ആക്ട് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. പലരും നമ്മളെല്ലാ നിയമസഭാ സാമാജികരെയൊക്കെ കണ്ടുവെങ്കിലും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയില്ല. ആദ്യത്തേത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടാണ്. അതിനകത്ത് ഹോമിയോപ്പതിക്കാർ ആവശ്യപ്പെടേണ്ടത് ഈ കൺസൾട്ടിങ് പ്രാക്ടീസ് മാത്രമുള്ള ക്ലിനിക്കുകളെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അവിടെ ഒരു ഇൻവേസീവ് പ്രൊസീജിയറും ഇല്ല, അവിടെ മറ്റു വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളില്ല, ഇതൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ശക്തമായി പറയണം. കാരണം ഇന്നിപ്പോൾ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ഒരു ക്ലിനിക്ക് നടത്തണമെങ്കിൽ മിനിമം 50,000-60,000 രൂപ മാസം വേണം. ആ അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ടാണ് അലോപ്പതി ക്ലിനിക്കുകൾ 6,500ഓളം ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 2,500 ഉള്ളൂ. അപ്പോൾ അത് ഒന്ന്. രണ്ടാമതുള്ള ഒരു ആക്ടാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ട്. അതിലെ പല പ്രശ്നങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഇവിടെ വെബിനാറുകൾ നടന്നിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച ചില ഏരിയകളുണ്ട്. അതുകൂടി നമ്മുടെ മെമ്മോറാണ്ടത്തിൽ
ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ആക്ടുകളെ സംബന്ധിച്ചിടത്തോളം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിയറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ആയുർവേദത്തിനും അലോപ്പതിക്കും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോസ്റ്റുകളുണ്ട്. മൂന്നാമത് വരുന്ന ഹോമിയോപ്പതിക്ക് മാത്രമാണ് ഇല്ലാത്തത്. എന്നാൽ നമുക്കുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ എന്നുള്ളതാണ്. ഈ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ എന്നുള്ളത് ഒന്ന് റീനെയിം ചെയ്യുകയെങ്കിലും ചെയ്യുക, എന്നിട്ട് DME ഹോമിയോപ്പതി എന്നുള്ള ഒരു തസ്തിക സൃഷ്ടിക്കുന്നതായിരിക്കും നല്ലത്. റീനെയിം ചെയ്താലും മതി. പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ എന്നുള്ളത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹോമിയോപ്പതി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ കോളേജുകളിൽ സീനിയർ ഹൗസ് സർജൻസി നടപ്പാക്കുക എന്നുള്ള. ഇന്നിപ്പോൾ ജൂനിയർ ഹൗസ് അല്ലെങ്കിൽ ഹൗസൻസി എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ മാത്രമേ ഉള്ളൂ. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് അലോപ്പതിയിലൊക്കെ ഉള്ള പോലെ സീനിയർ ഹൗസ് സർജൻസി അവരെ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഡിസ്പെൻസറികളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് നമുക്കറിയാം അവിടെയൊക്കെ ഇന്ന് നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുകയും ഈ ക്ലറിക്കൽ വർക്കുകൾ കൂടുകയും ഡോക്ടർമാർക്ക് പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അവിടെ സീനിയർ ഹൗസ് സർജൻസി കൊടുക്കുന്നത് നന്നായിരിക്കും. മറ്റൊന്ന്, ഇന്ന് നിലവിലുള്ള PG ഏറ്റവും കുറഞ്ഞ PG സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ PG സീറ്റുകൾ വർദ്ധിപ്പിക്കുക, പുതിയ സബ്ജക്റ്റ് PGകൾ തുടങ്ങുക, ഇതാണ് മറ്റൊന്ന്. പുതിയ PG കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊന്ന്, ഇന്ന് പ്രൈവറ്റ് കോളേജുകൾ നേരിടുന്ന അധ്യാപക ക്ഷാമമാണ്. അവിടെ 50% നമ്മുടെ 3 പ്രൈവറ്റ് കോളേജിൽ 50% ഡോക്ടർമാർ അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് റിട്ടയർ ചെയ്തു പോയി. അവരുടെ തസ്തികയിൽ ഗവൺമെൻറ് ഇതുവരെ ആരെയും നിയമിച്ചിട്ടില്ല. അത് 3 കോളേജിലെ ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഒരു 5 വർഷത്തോടെ കഴിഞ്ഞാൽ ഈ കോളേജുകളിലെല്ലാം ടെമ്പററി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ടീച്ചിങ് സ്റ്റാഫ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ NCHൻ്റെ റെക്കഗ്നേഷൻ നഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ രീതിയിൽ പോയാൽ 5 വർഷം കഴിഞ്ഞാൽ 3 കോളേജുകളും പൂട്ടേണ്ടി വരും. ഗവൺമെൻറ് കോളേജുകളിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തി, അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും ഇന്ന് സർക്കാർ അവാർഡുകൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡുകളുണ്ട്. നമുക്കറിയാം ആയുർവേദത്തിൽ ധന്വന്തരി അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് നമുക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഹനുമാൻ അവാർഡായിരുന്നു. അത് അവസാനമായിട്ട് കൊടുത്തത് 2018 2018 എൻ്റെ ഫാദറിന് തന്നെ നൽകിയ ഒരു അവാർഡാണത്. അതിനുശേഷം ഇന്നിപ്പോൾ 8 വർഷമാകുന്നു. ഈ 8 വർഷവും ഈ അവാർഡ്, അത് 3 അവാർഡുണ്ടെന്നാണ് എൻ്റെ അറിവ്, ഓർമ്മ ശരിയാണെങ്കിൽ. ഒന്ന് ഹനുമാൻ അവാർഡ്, ഒന്ന് കെൻറ്റ് അവാർഡ്, പിന്നെ ഒരെണ്ണം ബെസ്റ്റ് പ്രാക്ടീഷണർ, ബെസ്റ്റ് ടീച്ചർ, ബെസ്റ്റ് ഹോമിയോപ്പത്ത്. ഇങ്ങനെ 3 അവാർഡുകളാണ്. ഈ 3 എണ്ണവും ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല ആർക്കും. അപ്പോൾ അത് അലോപ്പതിയിലും ആയുർവേദത്തിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ മാത്രമാണ് എന്തോ. ഇതിന് വലിയ ചിലവൊന്നുമില്ല. സർക്കാരിൻ്റെ ചിലവെന്ന് പറയാൻ 1 ലക്ഷം രൂപ പോലും ചിലവില്ലാത്ത കാര്യമാണ് ഈ അവാർഡ്. അതിന് വലിയ ക്യാഷ് അവാർഡൊന്നും വലിയ കാര്യമില്ല. 1000 രൂപ 2000 രൂപ ഒറ്റേ ഉള്ളൂ എനിക്കറിയാവുന്നതനുസരിച്ച്. അതാണ് മറ്റൊന്ന്. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം, ഇപ്പോൾ ജെറിയാട്രിക് അല്ലെങ്കിൽ വയോജന വകുപ്പ് വരുന്നുണ്ട്. ഈ ജെറിയാട്രിക് പ്രോബ്ലംസിൽ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒഴിച്ചാൽ, അല്ലെങ്കിൽ പല സർജിക്കലും നമുക്ക് സർജിക്കലല്ല, ഒഴിച്ചാൽ ഈ കാര്യത്തിൽ ഏറ്റവും അധികം ചെയ്യാൻ കഴിയുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. നമ്മൾ സീനിയർ ഹൗസ് സർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഈ ജെറിയാട്രിക് ഇതുകളിൽ വീട് തോറും ഒരുപക്ഷെ ഒരു വീടുകൾ പോയി ആ ജെറിയാട്രിക് അല്ലെ പ്രായമായ ആൾക്കാരെ നോക്കുക എന്നുള്ള ഒരു കർത്തവ്യം നമുക്ക് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിന് ഇതൊരു വലിയ ഒരു ബൂസ്റ്റാണ്. അത്തരത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന, ഇപ്പം നമ്മൾ ഈ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി വയോജന വകുപ്പ് ഉണ്ടാകുന്നു. വയോജന വകുപ്പ് ഉണ്ടാകുമ്പോൾ നമ്മളതിൽ ഒരു വലിയ റോൾ പ്ലേ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മളൊരു എപ്പിഡമിക് ഉണ്ടായാൽ, എപ്പിഡമിക് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്, അതിനൊരു മൊബൈൽ യൂണിറ്റ്. കാരണം എപ്പിഡമിക് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആ ഡിസ്പെൻസറിയുടെ അടുത്തായിക്കൊള്ളണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു മൊബൈൽ യൂണിറ്റ്, ഈ എപ്പിഡമിക് മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കി അത്
എല്ലാ ജില്ലകളിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഞാൻ പണ്ട് കോളേജിലായിരുന്ന സമയത്ത് ഈ എന്താണ് നമ്മുടെ വാനിൽ പോയി പലയിടത്തും പ്രിവെൻറ്റീവുകൾ വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ DMOമാരുടെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും കൂടുതൽ പ്രയോജനമുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തൂഫാൻ എന്ന് വെച്ചാൽ മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ജോൺസൺ ഇടയാറന്മുള ഒരു കാലത്ത് ഈ അഡിക്ഷനെതിരെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുകയുണ്ടായി. വളരെ എഫക്റ്റീവ് ആണെന്ന് അവർ തെളിയിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ജയിലിലോ അല്ലെങ്കിൽ അവർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു കുറേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കുറേ പേരെയെങ്കിലും ഹോമിയോപ്പതി മരുന്നുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതിൻ്റെ ഒരു മോഡൽ ആയിട്ടാണ് ഞാൻ ജോൺസൺ ഇടയാറന്മുളയുടെ ആ എക്സ്പെരിമെൻറ്റ് പറയാൻ കാരണം. പിന്നെ മറ്റൊന്ന്, ഈ ഇന്ന് നിലവിലുള്ള ഈ താലൂക്ക് ആശുപത്രികൾ ഡിസ്ട്രിക്റ്റ് ആശുപത്രി തലത്തിലേക്ക് ഉയർത്തുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. ഇത് ഞാൻ നോട്ടായിട്ട് നമ്മുടെ ശ്രീ കിരൺ ചന്ദ്രന് അയച്ചു കൊടുക്കാം. അപ്പോൾ മെമ്മോറാണ്ടത്തിലോ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ വളരെ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു. ഓക്കെ ജോസഫ് സാറ്, ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അത് ഞാനും ഒന്ന് കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി അടുത്തത് ധനേഷ് ഡോക്ടറെ, മറ്റേ ദേവരാജൻ ഡോക്ടറും അൻസാർ ഡോക്ടറുണ്ട്. ഉണ്ടോ? ആ. അടുത്തത് ദേവരാജൻ ഡോക്ടർ ആണല്ലോ. ദേവരാജൻ ഡോക്ടർ ആണ് അടുത്ത സംസാരിക്കുവാനായി ദേവരാജൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ദേവരാജൻ ഡോക്ടറെ. നമസ്കാരം. കേൾക്കാമോ? നമസ്കാരം. കേൾക്കാം ഡോക്ടറെ, കാണാം. തുടങ്ങിക്കോ. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്ത ആമുഖത്തിൽ പറഞ്ഞ രണ്ടുപേരും സ്വകാര്യ മേഖലയുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കാര്യങ്ങളും കോളേജിയേറ്റ് എഡ്യൂക്കേഷന്റെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹോമിയോപ്പതിയെ നിലനിർത്തിയതും ഒരു കാലത്ത് വളർത്തിയതും നിലനിർത്തിയതും സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരാണ്. ഈ സ്വകാര്യ മേഖല ഇന്നിപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ അലോപ്പതി പോലുള്ള സംവിധാനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി അല്ല ഹോമിയോപ്പതിക്കുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നത്. അതായത് സർക്കാർ സംവിധാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വിദഗ്ധമായ ചികിത്സയും, വിദഗ്ധം എന്ന് ഉദ്ദേശിക്കുന്ന കൂടുതൽ ഇപ്പോഴത്തെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച്, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ബഹുജനങ്ങൾ പൊതുവെ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നത്. സർക്കാർ മേഖല ഒരു കൃത്യമായിട്ട് ഒരു ഒഴുക്കിനനുസരിച്ച് അവിടെ വികസനങ്ങൾ വരുമ്പോൾ വളരെ വൈകുന്നു. മാത്രമല്ല പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ല, പല സംവിധാനങ്ങളും അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി സ്വകാര്യ മേഖലയെ നേരിടുന്ന പ്രശ്നം അതല്ല. കാരണം സർക്കാർ മേഖലയിൽ ഇപ്പോൾ ഒരു താലൂക്ക് ആശുപത്രി ആണെങ്കിൽ 5 NHM എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 7-8 ഡോക്ടർമാരുണ്ടാകും. അപ്പോൾ ഒരു രോഗിക്ക് വേണ്ട ഒരു കൃത്യമായ ഇത് അവിടെ കിട്ടുന്നുണ്ട്. അതൊരു കാരണമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ മേഖല ഇപ്പോൾ എന്തായാലും കൺസൾട്ടേഷൻ മാത്രം നടത്തുന്ന ക്ലിനിക്കുകൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി കൂടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അലോപ്പതി ഡോക്ടറെ അവിടെ ചെന്നിട്ട് റെയ്ഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിൽ കുറച്ച് പിന്നെ സാധാരണ ജനറിക് മെഡിസിൻ അല്ലാത്ത കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വളരെ വിശദമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു.
അവസാനം കോടതിയിൽ ചെന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിനെതിരെ നടപടി വന്നെങ്കിലും കോടതിയിൽ ചെന്നപ്പോൾ കോടതി പറഞ്ഞത് ഒരു ഡോക്ടർക്ക് ചികിത്സിക്കുമ്പോൾ ആ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ക്ലിനിക്കിൽ സൂക്ഷിക്കാം എന്ന് തന്നെയാണ്. അതിനെ തടയാൻ പറ്റത്തില്ല എന്നുള്ള കൃത്യമായ വിധിയും കൂടി വന്നിട്ടുണ്ട്. ഇത് കൂടാതെ വളരെ വ്യക്തമായിട്ട് തന്നെ കേന്ദ്ര നിയമത്തിലും കേരള നിയമത്തിലും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർമാർ ഇതിപ്പോ പോയി എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എല്ലാ ക്ലിനിക്കുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ അവർ ആക്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അതിപ്പം ഇതെല്ലാം കൂടി വായിച്ച് പറയേണ്ട ചുമതല എനിക്കല്ല ഉള്ളത്. അതുകൊണ്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത്. ഇത് ചില സ്വകാര്യ ഡോക്ടർമാരും അവരെ കുറ്റപ്പെടുത്തി പറയാറുണ്ട്. ഇവർ ഒരു കാര്യമില്ലാതെ, അതായത് അവിടെ ഇൻവേസീവ് പ്രൊസീജിയർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അവർ പോയി രജിസ്റ്റർ ചെയ്തതാണ് നമ്മുടെ കുറ്റമെന്ന് നമ്മൾക്ക് പാരയായതെന്ന് പറയുന്ന ചില സ്വകാര്യ ഡോക്ടർമാരുണ്ട്. ഞാൻ എന്തായാലും ആ കൂട്ടത്തിലില്ല. അവർ രജിസ്റ്റർ ചെയ്യുന്ന അതിൻ്റെ നിയമത്തിൽ പ്രത്യേക ചില കാര്യങ്ങളുണ്ട്, അത് അവർ പഠിക്കട്ടെ, അവർ പറയട്ടെ. അപ്പൊ കാരണം അത് ഈ ചർച്ചയിൽ പ്രസക്തമല്ലാത്തതുകൊണ്ടാണ്. പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർക്ക് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇന്നിപ്പോൾ ഒരു വലിയൊരു പ്രശ്നമല്ല. കാരണം അവർ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെ കുറച്ച് ലഘൂകരിക്കണം. ഹോമിയോപ്പതി മേഖലയ്ക്ക് ഇത്രമാത്രം അലോപ്പതിക്ക് കൊടുത്തിരിക്കുന്ന അത്രയും ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ച് ഇപ്പോൾ സ്ഥലപരിമിതിയുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉൾപ്പെടെ കുറേ സംവിധാനങ്ങളൊന്നും ഉണ്ട്. അതൊക്കെ ഹോമിയോപ്പതി മേഖലയിലെ ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങുമ്പം ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അത് കുറച്ച് തടസ്സമാണ്. അപ്പം അത് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് അത് കുറച്ച് ലഘൂകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ നേരിടുന്നില്ല. പ്രശ്നം നേരിടുന്നത് കേരള പൊതുജനാരോഗ്യ ആക്ടുമായിട്ടാണ്. ഞങ്ങൾ ഇന്നലെയും അതിന് വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ ഒരു പ്രതിനിധി സംഘം ആരോഗ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് ഏറ്റെടുക്കാനായിട്ട് ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കാനായിട്ട്, ഇത് ഹോമിയോപ്പതിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഈ പ്രശ്നം ഏറ്റെടുക്കാനായിട്ട് ഗവൺമെന്റ് തലത്തിലുള്ളവരോ കോളേജ് തലത്തിലുള്ളവരോ ആരും തയ്യാറാകുന്നില്ല. അവർക്ക് ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ ഈ പ്രശ്നം അതായത് ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ചികിത്സിച്ചില്ലെങ്കിലും അതായത് ഒരു മെഡിക്കൽ ഓഫീസർക്ക് ചികിത്സിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയല്ല, പ്രശ്നമില്ല. അതേസമയം ഒരു പ്രൈവറ്റ് ഡോക്ടർക്ക് അങ്ങനെയല്ല. ഇത് ചികിത്സിക്കുകയും ചികിത്സാ വിവരങ്ങൾ, രോഗ ചികിത്സാ വിവരങ്ങൾ കൃത്യമായിട്ട് അലോപ്പതി ഡോക്ടറെ അറിയിക്കണം എന്നുള്ള വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു തരത്തിലും അതൊരു ജനാധിപത്യം ഇല്ലല്ലോ. കാരണം ഇത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്, ഇതിനെപ്പറ്റി യാതൊരുവിധ ബോധവും ഇല്ലാത്ത ഒരാൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള പറയുന്നത് യാതൊരു ഇതുമില്ല. പിന്നെ ഹോമിയോപ്പതിയുടെ ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. ഒരു രോഗത്തിന് തന്നെ വിവിധ രോഗികൾക്ക് പല മരുന്ന് വരാം. അപ്പോൾ ഇതൊക്കെ ടാബ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം ഹോമിയോപ്പതിക്കാരൻ ഒരു രോഗത്തിന് പല മരുന്നാണ് കൊടുക്കുന്നത് എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ മെഡിക്കൽ ഓഫീസർ വന്നാൽ പോലും അവരുടേതായ ചില സാക്ഷ്യങ്ങളുണ്ടല്ലോ, ചില സൈദ്ധാന്തിക സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്നവരുണ്ടാകും. അപ്പൊ അത്തരത്തില് ഇതിനൊക്കെ ഒരു ടാബുലേഷൻ, അതായത് പണ്ടൊക്കെ സർക്കാർ സർവീസിൽ കൊടുത്തിരുന്ന പോലെ ഇത്ര പനി എന്നൊക്കെ രീതിയിലുള്ള ഒരു കണക്ക് സമർപ്പിക്കുക എന്നല്ലാതെ ഇതിനൊക്കെ രോഗിയുടെയും രോഗത്തിന്റെയും എല്ലാ വിവരങ്ങളും കൂടി ഇത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും അത് രോഗിയുടെ സ്വാതന്ത്ര്യത്തെ കൂടി ഖനിക്കുന്നതാണ്. മാത്രമല്ല ഇത് നാളെ ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ഇവിടെ ഇപ്പോൾ വൻകിട സ്വകാര്യ കമ്പനികൾ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് നാളെ പ്രയോജനപ്പെടുന്നത് ആർക്കായിരിക്കും? ഇത് കൃത്യമായിട്ട് ഇതിന്റെ എല്ലാ വിവരങ്ങളും നമ്മൾ ശേഖരിച്ച് അത് അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആ ബാധ്യത മാത്രമല്ല, അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷാർഹരുമാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്ന് ആരോഗ്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പൊതുമേഖലയിലെ സർക്കാർ മേഖലയിലെയോ കോളേജ് തലത്തിലെയോ അധ്യാപക തലത്തിലെയോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ആണ്. സ്വകാര്യ മേഖല ഏതാണ്ട് സ്വകാര്യ മേഖലയിലുള്ളവർ ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. ഏതാണ്ട് ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇതെടുത്ത് ചൂണ്ടിക്കാട്ടി പറയാനായിട്ട് ഹോമിയോപ്പതിയിലെ കുറച്ച് ഡോക്ടർമാരുണ്ടാകും, ആയുർവേദത്തിലെ അപൂർവം കുറച്ച് പേര് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ടെന്നല്ലാതെ ഇതിന്റെ ഭാവിയിൽ ഇതുണ്ടാക്കുന്ന ദോഷഫലങ്ങൾ ഇത് ഹോമിയോപ്പതി തന്നെ ഇല്ലാതാക്കും. നാളെ
ഇപ്പോൾ സർവീസിലുള്ളവർക്ക് കുഴപ്പം വരത്തില്ലായിരിക്കും. കാരണം ഈ രീതിയിൽ ഇവര് ഇതൊക്കെ ടാബുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ തിയറി എന്താണെന്ന് മനസ്സിലാക്കാതെ, ഹോമിയോപ്പതിയുടെ സൈദ്ധാന്തിക സമീപനം, തിയറി എന്നുള്ളതല്ല, ആ സമീപനം എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അലോപ്പതി മോഡലിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഹെൽത്ത് ബില്ലിന് സമാനമായിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധം കൂടി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിലെ ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരെയും പാർട്ടിയുടെ മന്ത്രിയുടെ അടുത്തൊന്നും വലിയ അനുഭാവമായ, ഇപ്പൊ തുറന്നു പറയാമല്ലോ, സമീപനമൊന്നും ഉണ്ടായില്ല. പക്ഷെ പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് കുറച്ച് ഒരു അനുഭാവമായ സഹകരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ ബില്ല് പാസ്സാക്കിയ വേഗത്തിൽ ഇവിടെ നടപ്പിലാക്കപ്പെടാതെ പോയത്. ഉടനെ കമ്മിറ്റി രൂപീകരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിലും ആ കമ്മിറ്റി ഒരു നടപടിയൊന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ എല്ലാവരും കൂടി യോജിച്ച് നിന്നിരുന്നെങ്കിൽ പലതും ചെയ്യാൻ സാധിച്ചേനെ. ഇവിടെ സ്വകാര്യ മേഖലയും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് ആദ്യം ഒന്ന് അംഗീകരിക്കാനെങ്കിലും എല്ലാവരും തയ്യാറാകണം. അത്ര മാത്രമേ എനിക്ക്, അത് വിഷമം കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സ്വകാര്യ മേഖല. കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും കേട്ടില്ലേ? ഇത്രയും പറഞ്ഞു. അല്ല അല്ല, ഇപ്പൊ മാത്രമേ ഉള്ളൂ. സ്വകാര്യ മേഖല എന്ന് പറയുന്നതുകൊണ്ട് നിന്നുപോയി. ഇപ്പൊ ലാസ്റ്റ്. സ്വകാര്യ മേഖലയെ കൂടി പരിഗണിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ പറഞ്ഞ വിവരങ്ങളൊക്കെ സ്വകാര്യ മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇല്ല, കാര്യങ്ങളാണ് ഡോക്ടറെ, പറയുന്നത്. ദേവൻ ഡോക്ടറെ, ജോസ് ഐസക് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ട്രീറ്റ്മെന്റ് മാത്രം, ഒരു കൺസൾട്ടേഷൻ മാത്രം ചെയ്യുന്നിടത്തു നിന്ന് അത് ഒഴിവാക്കാൻ ശ്രമിക്കണം ഗവൺമെന്റ് അല്ല, തലത്തിൽ. അത് ഓൾറെഡി ഉണ്ട്, അത് നിയമത്തിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ഉണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, കോടതി വിധിയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കോടതി വിധി വന്നത്, കോടതി വിധിയിൽ പറയുന്നത് ഒരു ഡോക്ടറെ ക്ലിനിക്കിൽ കയറി ഡിപ്പാർട്ട്മെന്റ് ഇത് നടത്തുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തു. പക്ഷെ അത് ആ ആക്ഷൻ കോടതി, അദ്ദേഹം കോടതിയിൽ പോയി അതിനെ ഇത് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കാര്യത്തിലല്ല പ്രശ്നം. ഇത് ശരിക്കും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. അത് കൃത്യമായ രീതിയിൽ ഇവിടെ ഒരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അലോപ്പതി MD ഡോക്ടർമാർ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ മാത്രം ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ആ നിയമം വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഹോമിയോപ്പതിക്കാർക്കൊന്നും വേണ്ടിയിട്ട് വന്നൊന്നുമല്ല. ഇത് അവര് ചെയ്യുന്നതാണ്. അവരെ അങ്ങനെ പിടിക്കാനും പറ്റത്തില്ല. കാരണം അവര് ഒറ്റ മുറി ക്ലിനിക്കുകളിൽ ഇരുന്ന് പല MD ഡോക്ടർമാരും ചികിത്സിക്കുന്നുണ്ട്. അതിനാവശ്യമായ മരുന്നുകൾ അവിടെ സൂക്ഷിക്കാം. അതും കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവര് അദ്ദേഹം ഏതൊരു സ്പെഷ്യലിസ്റ്റ് ആണ്, സ്പെഷ്യലിസ്റ്റോ മറ്റെയാണ്. അദ്ദേഹത്തിന്റെ അവിടെ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ ചിലത് ഇതിനുമായിട്ട് ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഹെൽത്തിനുള്ള മെഡിസിനും അദ്ദേഹത്തിന് അവിടെ സൂക്ഷിക്കാം. അതിനൊന്നും തടസ്സമൊന്നുമില്ല. ഹോമിയോപ്പതിക്ക് ആകുമ്പോൾ എല്ലാ മരുന്നും സൂക്ഷിക്കാം. കാരണം ഏത് വ്യക്തിക്ക് ഏത് മരുന്നാണ് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടറെ, 10 മിനിറ്റ് ആയിരുന്നു സമയം കഴിഞ്ഞു. ഇനി നമുക്ക് സമയം ഉള്ളതിനനുസരിച്ച് ദേവൻ ഡോക്ടറിലേക്ക് തീർച്ചയായിട്ടും കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചെത്തുന്നതാണ്. ഓക്കെ. നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാറുണ്ട്. സാറ് 2 വാക്ക്, എന്താണ് സാറിന് പുതിയ സർക്കാർ, പുതിയ പ്രതീക്ഷകൾ, ഹോമിയോപ്പതി എന്താണ്, ഹോമിയോപ്പതിയിലെ പുതിയ പ്രതീക്ഷകൾ? സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാർ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അത് എന്റെ മനസ്സിലുള്ളത്, അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹോമിയോപ്പതിയുടെ വ്യത്യാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തികച്ചും വിഭിന്നമാണ്. അലോപ്പതി പോലെ അവിടെ അല്ല. ആയിരത്തിന് പിന്നെയും യോജിച്ചു പോകും. നമ്മൾ ഹോമിയോപ്പതി അങ്ങനെ പോകില്ല. നമ്മുടെ തിയറിയും നമ്മുടെ പ്രിൻസിപ്പിളൊക്കെ വ്യത്യാസമായതുകൊണ്ട് നമ്മുടെ രീതികളൊന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ ഇപ്പം പഴയ പോലെ അല്ല. പല മന്ത്രിമാർക്കും പറയാം, പല നേതാക്കന്മാർക്കും ഒക്കെ അറിയാം. നമ്മൾ ഒന്നും കൂടെ പോയിരുന്നു സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അതനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കഴിയുന്ന നേരത്തെ നമുക്ക് ഒരു സംഘം ഹെൽത്ത് മിനിസ്റ്ററെയും ചീഫ് മിനിസ്റ്ററെയും കാണേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു സന്ദർഭം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ അവരെ അടിയന്തരമായിട്ട് കാണുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള നിവേദനം കൊടുക്കുകയും ചെയ്യണം. അത് നല്ലോണം പുഷപ്പ് ചെയ്യുകയും വേണം. അല്ലാതെ പറ്റില്ല. ഓക്കെ സാറേ, സാറിന്റെ അഭിപ്രായം അതാണ്. പറഞ്ഞാൽ മാത്രം പോരാ, നേരിട്ട് കണ്ട് നമ്മുടെ പരാതികൾ
അവരെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് അൻസാർ ഡോക്ടർ ഇല്ലല്ലോ, അന്വേഷണ ഡോക്ടറെ ഇല്ല, വന്നിട്ടില്ല, എത്തിയിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. കിട്ടുന്നില്ല. അപ്പോ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയേട്ടിലേക്ക് പോകാം. എന്താണ് പുതിയ പ്രതീക്ഷകൾ? ഈ ഇൻഫെക്ഷൻ കൺട്രോളിനെ കുറിച്ചൊന്നും ചർച്ച വന്നില്ല ആ കമ്മിറ്റിയിൽ. എന്തിനെ കുറിച്ച് ഡോക്ടർ? ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ഇപ്പൊ ഒരു ഹൈ പവർ കമ്മിറ്റി ഒക്കെ വന്നല്ലോ. അതിൽ കടന്നുകൂടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഹോമിയോപ്പതിക്കാരെ? അത് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ കൈ നനഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായിട്ട് ഉന്നയിച്ചാൽ വി.ഡി. സതീശൻ സർക്കാരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ നമ്മൾ കരയാതിരുന്നാൽ ജനഹിതത്തെ നമുക്ക് അനുകൂലമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പും അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു നിവേദനം കൊടുത്ത് കാര്യം നടത്താൻ പോയാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ മുന്നിട്ടിറങ്ങി നമ്മൾ നിവേദനം കൊടുക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. വേണ്ടി വന്നാൽ ആശാ വർക്കർമാർ ചെയ്ത പോലെയുള്ള ഒരു സമര രീതിയിലോട്ട് വരെ നമ്മൾ മാറേണ്ടി വന്നാൽ അവസാന കൈയായിട്ട് അതിന് നമ്മൾ റെഡി ആയിട്ടിരിക്കണം എന്ന് ഒരു മാനസിക തയ്യാറെടുപ്പിന് വേണ്ടി ഞാൻ എല്ലാവരോടും സംസാരിക്കുകയാണ്. മനോജ് ഡോക്ടർ ഒരു സ്മൈലി ഇട്ടേക്കണ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കാൻ പോയാൽ നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ ബോധ്യപ്പെടുകയും ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളാനും പ്രതികരിക്കാനും നമുക്ക് സാധിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാമ്പത്തിക ഭീമന്മാരായിട്ടുള്ള ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആണ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കേരള സമൂഹം അങ്ങനെയുള്ള സമൂഹമല്ല. കേരള സമൂഹം ആൾട്ടർനേറ്റീവ് മെഡിസിന് വളരെ പ്രാതിനിധ്യമുള്ള, സഹകരണമുള്ള, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തി അതിന് നേതൃത്വം കൊടുത്ത് വി.ഡി. സതീശൻ സർക്കാരിനെ കൊണ്ട് നടപ്പാക്കിക്കാനുള്ള മുൻകൈ എടുക്കുകയും അതിനാവശ്യം വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്താൽ നടക്കും, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ കൈമേയി മറന്ന് അല്ലെങ്കിൽ വേണ്ടതെല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളോടും അതിൻ്റെ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഉൾപ്പെട്ട ഒരു നിവേദനം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക, അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരുമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിൽ ഏറ്റവും നിരാശപ്പെടുന്ന വ്യക്തിയാണ്. കാരണം ഈ ഒരുമ എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടെയുള്ള പലരും നമുക്കിട്ട് തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ മേധാവിത്വവും അവരുടെ കൈയൂക്കും ഒക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ സംഘടനയും അവരുടെ ആൾക്കാരുടെ സംഘടനയിൽ നിലനിർത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന വസ്തുതകളുണ്ട്. പക്ഷെ ഒരു കോമൺ ആവശ്യം വരുമ്പോൾ ഒരുമിക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന് ഞാൻ എല്ലാവരോടും കൂടെ ഓപ്പണായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സേട്ട് സാറൊക്കെ അതിന് നേതൃത്വം എടുക്കുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം സേട്ട് സാറൊക്കെ IHKയുടെ പഴയ പ്രസിഡന്റ് എന്ന നിലയിൽ പല മീറ്റിങ്ങുകളും IHK ഉൾപ്പെടെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. നമ്മളതിന് സേട്ട് സാർ IFPHന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ്, നമ്മുടെ അനിശ്ചിതനായ നേതാവാണ്. അദ്ദേഹത്തെ വേറൊരു സംഘടനയിലും പോകരുത് നമ്മൾ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പക്ഷെ അവരുടെ കൂടെയുള്ളവർ നമ്മുടെ അടുത്ത് വരരുതെന്ന് മറ്റു സംഘടനകളൊക്കെ വിലക്കിയിരിക്കുകയാണ്. അപ്പൊ സേട്ട് സാറിനെ പോലെ ഉള്ളവരും ധനേഷ് ഡോക്ടറെ പോലെ ഉള്ളവരൊക്കെ അവരുടെ മീറ്റിങ്ങുകളിലോ അവരുടെ സുഹൃത്ത് വലയത്തിലോ ഒക്കെ അവരോടും നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴും അവരുടെ ആവശ്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അവരുടെ സദസ്സിൽ നമുക്ക് പറയാൻ സാധിക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് നമ്മൾ സഹകരിക്കുന്നു, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടവരാണ് ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട്. അതിന് നമുക്ക് കോമൺ ആവശ്യം വരുമ്പോൾ നിലകൊള്ളാനുള്ള ആ ഒരു വിശാല മനസ്കതയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടാനുള്ള
പോരാട്ട വീര്യവും നമ്മൾ കാണിക്കണം. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. സീട്ട് സാർ അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്, നമുക്കറിയാം. അപ്പോൾ അത് മറ്റുള്ളവരോടും പറഞ്ഞ് നടപ്പാക്കിക്കാനും നമ്മളെല്ലാം ഇറങ്ങണം. സേട്ട് സാറിന് അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. IUPACന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കാനും അതിൽ ഒതുങ്ങി നിന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ നിർത്തിയും, പക്ഷേ ആവശ്യം വരുമ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ നമ്മൾ ആരെയും അനുവദിക്കത്തില്ല. അപ്പോൾ ഹോമിയോപ്പതിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ മുന്നിൽ നിൽക്കുമെന്ന് കരുതി ആവശ്യങ്ങൾ നടത്താതെ പിൻവാതിലിലൂടെ പിൻവാങ്ങി പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ IUPAC ഉണ്ടാവണം. അതിന് നമ്മളെല്ലാവരും സജ്ജരാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിനി ഇതിൻ്റെ അകത്ത് ഈ ശൈല ഡോക്ടർ പോയിന്റ് ഔട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അതായത് പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട് അവർ കമ്മീഷനെ നിയമിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് ഒരു പുല്ല് വില തന്നാണ് അവർ വെച്ചിരിക്കുന്നത്. വൈറൽ ഡിസീസിന് ട്രീറ്റ്മെന്റ് ഇല്ലാത്തവർ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. ബാക്ടീരിയൽ ഡിസീസിന് എന്താ അതിന് പറയുന്നത്, അതായത് ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത ബാക്ടീരിയൽ ഡിസീസ് വരെ വീണ്ടും അവർ മാത്രം ചികിത്സിച്ചാൽ മതി എന്ന് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാത്തവർ അവർ മാത്രമേ അത് ചികിത്സിക്കാമുള്ളൂ പല രാജ്യങ്ങളിലും അവർ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ആക്ട് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരിയുള്ള പല കാര്യങ്ങളും നമുക്ക് ശക്തമായിട്ട് ഉന്നയിച്ച് പബ്ലിക്കിൻ്റെ അകത്ത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മളെല്ലാം ലോക്കലായിട്ട് അതിന് പറ്റുന്ന രീതിയിലെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് നൽകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ 4th തന്നെ ഒരു ചർച്ച വന്നിരുന്നു. CCRHൽ ജോലിയുള്ള ഒരു ഡോക്ടർ നമ്മുടെ അടുത്ത് ഈ എബോളയെ കുറിച്ച് സംസാരിക്കാൻ വന്നു. അപ്പോൾ അവരുടെ പ്രസൻറ്റേഷനിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ അവരെ പോലെ RCT നടത്തി റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി നടത്തി ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന്. അലോപ്പതിക്കാരൊരു ഡിസീസ് സ്പെസിഫിക് ആയിട്ട് പ്രതിരോധം കണ്ടെത്തുന്ന പോലെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യമില്ല. നമ്മൾ രോഗത്തെയല്ല, നമ്മൾ ഒരു ജീനസ് എപ്പിഡമിക്സ് എന്ന് വന്നാൽ ആ കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാണ് നമ്മുടെ മരുന്ന് കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചികിത്സ വളരെ ബ്രോഡായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളത് സാധ്യമാകുന്നത് ഓക്കെ, ഒരു ഒറ്റ മിനിറ്റോടെ പ്ലീസ്. അപ്പോൾ നമ്മളത് സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? ലോ ഓഫ് സിമിലേഴ്സ് എന്ന നമ്മുടെ വൈറ്റൽ ഫോഴ്സിന്റെ ഡീവിയേഷൻ വന്നിരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനായിട്ട് നമ്മളിൽ കാണുന്ന ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിന് ആനുപാതികമായിട്ടുള്ള മരുന്ന് കണ്ടെത്തിയാണ്. അങ്ങനെ ചികിത്സിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ യൂണിവേഴ്സൽ നാച്ചുറൽ ലോ നമ്മൾ പ്രൂവൺ ആണ്. അത് അപ്ലൈ ചെയ്ത് നമുക്ക് പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പുതിയതും പഴയതുമായ എല്ലാ രോഗങ്ങളും നമുക്ക് സാധിക്കും. അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും CCRH അത് മനസ്സിലാക്കി അതിനാനുപാതികമായിട്ടുള്ള ഗവൺമെൻറ് നിയമങ്ങളും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഇറക്കി നമുക്ക് പിന്നിൽ നിന്ന് ശക്തി പകരേണ്ടവർ, ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ അത് എലിമിനേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് വരെ ആവശ്യം പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഒരു പോളിസിയാണ് ഹോമിയോപ്പതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ആവശ്യം നമ്മൾ നയപരമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആനുപാതികമായിട്ട് പ്രവർത്തിച്ചാൽ വിജയം നമുക്ക് കിട്ടും. ജനങ്ങൾ നമ്മുടെ പക്ഷത്തുണ്ട്. അത് കോവിഡിൻ്റെ സ്ഥലത്ത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. എല്ലാ MLA-മാരും നമുക്ക് അനുകൂലമായിട്ട് സംഭവിച്ചതാണ്. പക്ഷെ നമ്മൾ മുന്നിട്ടിറങ്ങിയാലേ അത് നടക്കുള്ളൂ. VD സതീശൻ സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ജനങ്ങളുടെ ആ വികാരത്തെ ഗവൺമെന്റ് മുന്നിൽ എത്തിച്ചാൽ നമുക്ക് സാധിക്കണം. താങ്ക് യു. ഓക്കെ, ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് 2 മിനിറ്റ് പ്ലീസ് ആ പ്ലീസ്. സാറേ, 2 മിനിറ്റ് വേറൊന്നുമല്ല. പ്രത്യേകപരമായിട്ട് നീക്കമുണ്ട്. ഷാജി കുര്യൻ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണ് IHK, എന്താണ് IUPAC എന്നുള്ളത് മനസ്സിലായത്. നമ്മളെല്ലാവരും ആദ്യം IHK-കാരായിരുന്നു. ഞാൻ IHK-യുടെ പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. അതെ, അന്ന് നമ്മൾ ഒരുപാട് സംഭാവനകൾ കൊടുക്കി ഈ ഹോമിയോപ്പതി കുത്തിവയ്ക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയതാണ്. അത് പോരാ, നമ്മൾ കുറച്ചും കൂടെ കൂട്ടായ്മയായിട്ട് പബ്ലിക് കൂടെ വരണം എന്നിട്ടാണ് ഒരു നിയമം വന്നിട്ടാണ് IUPAC ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ IUPAC അശാസ്ത്രീയമായ കാര്യങ്ങൾ
പറഞ്ഞു എന്നോ പറയാനോ വന്ന് പറയാൻ പാടില്ല. കാരണം ഇല്ല അത് സാറേ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല സാറേ, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറയുമില്ല സാറേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തോന്നി എനിക്ക്. ഇല്ല 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 ഇല്ല, ഇല്ല ഒരിക്കലും അല്ല. അങ്ങനെയല്ല സാറേ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞില്ല ഞാൻ. അങ്ങനെയല്ല അങ്ങനെ ഞാൻ പറഞ്ഞത്. പറയുമില്ല. സാറേ നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിലല്ല സാറേ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന് ഓക്കെ എതിരായിട്ട് ഞാൻ ഓക്കെ പറയൂ സാറേ. സാറേ? അതെ സാറ് വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി എന്താണ് പറഞ്ഞ ഷാജി ഓക്കെ കുടിയേറ്റ് ഡോക്ടർ. ഇപ്പൊ നമുക്ക് ഇല്ല ഇല്ല, സമയക്കുറവുണ്ട്. അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയല്ല സാറേ ഓക്കെ. പറഞ്ഞു. അങ്ങനെ അപ്പൊ പറയില്ല ഇനി ഞാൻ. നമുക്ക് മനോജ് ഡോക്ടർക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് സാർ അങ്ങനെ സംശയിക്കണ്ട. മനോജ് പറഞ്ഞ ഡോക്ടർ. പറയുമ്പോ തന്നെ തെളിവുണ്ടതിന്. ഇത് രണ്ടാമത് റീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. എന്തായാലും എല്ലാ മനോജ് കാര്യങ്ങളും ഡോക്ടർ എന്താണ് പറയാനുള്ളത്? നമ്മളെപ്പോഴും ടോപ്പിക്കിനകത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ള പ്രധാനമാണ്. ദയവേദി ഈ പറഞ്ഞവർ എല്ലാവരും ഒന്നുകൂടെ കേട്ടു നോക്കുക. നമ്മുടെ ഡിസ്കഷന്റെ ക്വാളിറ്റി താഴേക്ക് പോകുമെന്ന് പറയേണ്ടി വരും. രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുള്ളത്? അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് പുവറാണ്. നമുക്ക് ക്വാളിഫൈഡ് ആൾക്കാരുണ്ടോ? എന്ത് അർത്ഥത്തിലാണ് ഈ പറഞ്ഞ പോലെ എപ്പിഡമിക് ഡിസീസും കൺട്രോളും വരുമ്പോൾ ആരെയാ വിളിക്കേണ്ടത്? കമ്മ്യൂണിറ്റി മെഡിസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് മറ്റേ കോഴ്സുകൾ പഠിച്ച എത്ര പേരുണ്ട്? നമുക്കില്ല. മറുവശത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഈ ആയുർവേദക്കാർ എന്തിനാ വിളിക്കുന്നത്? ആയുർവേദം ഇവിടെ പ്രബലമായ സമയത്ത് ശരാശരി ആയുസ് 27-30 വയസ്സായിരുന്നു. പക്ഷെ ഇന്ന് അവര് വ്യവസായമായിട്ട് മാറി. അപ്പൊ അവര് സ്വയം നന്നാമത് നമ്മൾ വാക്സിനും അമേരിക്കൻ കമ്പനിയും പറഞ്ഞുകൊണ്ടിടന്ന്. ഇനിയെങ്കിലും അത് മാറ്റിവെച്ച് നമ്മുടെ എന്താ പ്രോബ്ലം? ജോസ് ഐസക് സാർ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ DME വേണം. നല്ല കാര്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം. പിന്നെ ദേവൻ ഡോക്ടർ പറഞ്ഞതല്ല, പ്രൈവറ്റ് ആൾക്കാർ അവര് ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് വരികയാണ്, ഒരു സപ്ലിമെന്റ് കൊടുക്കണം. ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണം. ഈ രീതിയിൽ നമ്മുടെ പൈസ ഇറക്കി ഇത് വ്യവസായമാണ്. കാലം മാറി. അത് മാറിയാലേ നടക്കൂ. പിന്നെ സർക്കാരെന്ന് പറയുന്നത് സെക്രട്ടറിമാരോട് ചോദിക്കും എന്ത് വേണമെന്നുള്ളത് ചോദിക്കുമ്പോൾ അവർ അഡ്വൈസ് കൊടുക്കും. ലോബിങ് നടത്തണം. അല്ല മന്ത്രിമാർക്ക് പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അവർ ഒരുപാട് പേപ്പർ വാങ്ങിക്കുന്നവരാണ്. അവർ വാങ്ങിച്ച് കളയും. അല്ലെങ്കിൽ നല്ല തൻ്റെയുള്ള മന്ത്രിമാർ, അവർക്ക് സ്വയം അനുഭവം ഉണ്ടാവണം. NK ബാലകൃഷ്ണൻ സേട്ട് സാർ അറിയാം, കുടിയാ ഡോക്ടർക്ക് അറിയില്ല. NK ബാലകൃഷ്ണനെ പോലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്ക് ഹോമിയോപ്പതി അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി. എന്തുകൊണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉണ്ടായില്ല? പിന്നെ അവർക്ക് പറ്റിയില്ല. അപ്പൊ നമ്മൾ മാറിയാലേ പറ്റുള്ളൂ. ലോബിങ് നടത്താൻ. രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടർ. നമ്മൾ ആദ്യം മാറുക, നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതെ അവരെ പറ്റുമ്പോഴൊരു കാര്യമില്ല. അതെ കറക്റ്റ്. ഡോക്ടർ ഉണ്ടേ. ഓക്കെ. നമ്മുടെ ഇവര് ഹോമിയോപ്പതി സ്നേഹിയും IFPH സെക്രട്ടറി കൂടെയായ കിരൺ ചന്ദിലേക്ക് പോകും. അല്ല ഡോക്ടർ എന്താ പറയാനുണ്ടല്ലോ? വിളിക്കാം. അടുത്തത് എന്താ? നമസ്തേ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. പക്ഷെ ഇതിലൊരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഹോമിയോപ്പതി ചികിത്സ തേടുന്നവരാണ്. അതിന്റെ അനുഭവങ്ങൾക്ക് സാക്ഷ്യം ആയിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ വാക്കുകൾക്കും ഈ വിഷയത്തിൽ വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എന്തൊക്കെ പ്രപ്പോസൽ കൊടുത്താലും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ജനങ്ങൾക്ക് അത് എത്രമാത്രം ഗുണകരമാകും എന്നുള്ള രീതിയിൽ ഏതൊരു പോളിസി മേക്കറും നിയമനിർമ്മാണ സഭയും ചിന്തിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ലോബിയും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം. ഷാജി സാർ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അജണ്ടയുടെ ഭാഗമായി അതങ്ങ് വർക്ക് ചെയ്ത് വരികയാണ്. അതിലേക്ക് എങ്ങനെ പെനിട്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ എനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ പറയാൻ പറ്റുന്ന കാര്യം, റിസർച്ച്, ഈ പബ്ലിക് ഹെൽത്ത് കോഴ്സ്, ഇതെല്ലാം ഹോമിയോപ്പതി ഈ വകുപ്പിന് കീഴിൽ കൂടുതൽ ശക്തമായിട്ട് വരണം. കാരണം ഈ ഹൈ പവർ കമ്മിറ്റിയുടെ കാര്യത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രാമൻകുട്ടി സാറിന്റെ ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, ഇങ്ങനെ ഈ രണ്ട് സ്ഥാപനങ്ങളെ അതിൽ വന്നിട്ടുണ്ട്. IMA പ്രസിഡന്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് IHK പ്രസിഡന്റ് വന്നില്ല? പിന്നെ അതേപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 പേര് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ചികിത്സാ വിഭാഗങ്ങളുടെയും പബ്ലിക് ഹെൽത്ത് സംവിധാനങ്ങൾ വരുന്നതായിരിക്കണം ഹൈ പവർ കമ്മിറ്റി. ഇതങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ കൂടുതൽ, റിസർച്ചിന് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അത് കേരളത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിലെല്ലാവരും ഒന്നിച്ച് നിൽക്കുക, പൊതുജനങ്ങളല്ല, നമ്മുടെ ജസ്റ്റിസ് സാറിനെ പോലെയുള്ളവരെ എല്ലാവരും ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ഒരു ശക്തമായ ഒരു ലോബിയിങ് നടത്തുക. തീർച്ചയായും ഷാജി സാർ പറഞ്ഞ പോലെ വേരി സാറ് കേൾക്കാൻ മനസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു വശം മാത്രം ചിന്തിച്ചു പോകുന്ന വ്യക്തിയല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ കിരൺ ചന്ദ്. അടുത്തത്
ഡോക്ടർ എഹിയെ ക്ഷണിക്കുകയാണ്. എഹിയ ഡോക്ടർക്ക് പറയാനുള്ളതെല്ലാം ഇന്ന് ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിച്ചു. നീ നേരിട്ട് കൂടി ഡോക്ടർക്ക് അതിലെ പ്രസക്ത ഭാഗങ്ങൾ പറയാം. ഞാന് യാത്ര കഴിഞ്ഞ് ജസ്റ്റ് വന്ന് വീട്ടിലോട്ട് കയറിയ എനിക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ട്രിവാൻഡ്രം യാത്ര ഉണ്ടായെന്നാണ്. സോറി, ഞാനതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആ, കാരണം ഇതിനകത്ത് നേരത്തെയുള്ള ഡിസ്കഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. എങ്കിലും ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ പല കാര്യങ്ങളും പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധയിൽപ്പെടുത്തി വന്നപ്പോഴത്തേക്ക് വളരെ ലേറ്റായി പോയി എന്നുള്ള ഒരു വസ്തുതയാണ് എനിക്ക് ആദ്യമേ ഒന്ന് ത്വരിതപ്പെടുത്താനുള്ളത്. കാരണം ഇപ്പം ഈ ഹൈപ്പവർ കമ്മിറ്റി ഫോം ചെയ്ത സമയത്ത് പലരും അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെപ്പോലും അവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പല രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ വ്യക്തിപരമായിട്ടും അതിനകത്ത് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മിനിസ്റ്ററുടെ PA മിസ്റ്റർ സുനിലിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലരെ കൊണ്ടും അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസിനെ കൊണ്ടും ഞാൻ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി. പക്ഷേ സുനിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കൊരു 300 അസോസിയേഷൻ പ്രതിനിധികളാണ് ഹോമിയോപ്പതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം കൂടി ഒരു സമവായത്തിൽ എത്തിയിട്ട് ഒരാളെ കൊണ്ടുവരൂ. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വാട്സപ്പ് കോൾ ആയതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് നിങ്ങളെല്ലാവരും കേൾപ്പിക്കേണ്ട ഒരു സംസാരമായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു മറുപടി. ഞാൻ അന്ന് തന്നെ IHKയുടെ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞു. IHMയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞു. എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തോട്ട് വിട്ടോളാം. മനസ്സിലായില്ലേ? അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിലാണ് ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് ഇവരെല്ലാം പ്രത്യക്ഷപ്പെടുകയും മിസ്റ്റർ സുനിലിൻ്റെ നമ്പർ ഞാൻ ഇവർക്കെല്ലാം ഷെയർ ചെയ്ത്, കാരണം വിളിക്കാൻ പറ്റുന്നവരെല്ലാം വിളിക്കട്ടെ. കാരണം ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ മുരളീധരൻ മിനിസ്റ്ററെ കാണാൻ വേണ്ടി വരുന്നത് IMAയുടെ പ്രസിഡന്റ് ചെല്ലും, സെക്രട്ടറി ചെല്ലും, അവിടെ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ചെല്ലും, പ്രിൻസിപ്പൽമാരുടെ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാർ ചെല്ലും, അതുപോലെ തന്നെ ഈ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല മേഖലയിൽ നിന്നുള്ളവർ 8-10 അസോസിയേഷൻകാർ ഒരു ദിവസം അവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഈ ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിൽ. അപ്പോഴാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളെ പ്രതിനിധീകരിച്ച് ഒരു വ്യക്തികൾ പോലും അവിടെ പോയിട്ടില്ല. ഒരു പൂച്ചണ്ട് കൊടുക്കാൻ പോലും ഒരു മനുഷ്യർ അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഹൈപ്പവർ കമ്മിറ്റി ഫോം ചെയ്ത് അതിനകത്ത് ആകെ ഡയറക്ടർ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഞെട്ടലായി. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് പെട്ടെന്ന് അവിടെ ഏതോ ഭൂതോദയം വന്ന പോലെയാണ് ആൾക്കാർ റെപ്രസെൻറ്റേഷനുമായിട്ട് പോകണമെന്ന് തോന്നിയത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു വികാരം. എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നമ്മളെ ഉൾക്കൊള്ളണോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇന്നലെ ഞാൻ മിസ്റ്റർ സുനിലിനെ വിളിച്ചു. സുനിലിനെ ഞാൻ രാവിലെ 7 മണിക്ക് വിളിക്കുമ്പം അദ്ദേഹം വാട്സപ്പിൽ അദ്ദേഹം എന്നെ കോള് കേൾപ്പിക്കുകയാണ്. അതായത് ഓണാക്കി വെച്ചു. അവിടെ നേഴ്സസ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, IMAയുടെ പ്രതിനിധിയുണ്ട്. അവിടെ നഴ്സിംഗ് കോളേജിനെ കൊടുക്കുന്നതിനെ കുറിച്ചും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരെ കുറിച്ചുമുള്ള ചർച്ചകൾ ഈ 7 മണിക്ക് അവിടെ നടക്കും. അപ്പോഴും അവിടെ റെപ്രസെൻറ്റേഷൻ ആൾ ചെന്നിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് പലയിടത്തും ഒന്നും ഓടിയെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം ഞാൻ ആദ്യം പറയുകയാണ്. ഹൈപ്പവർ കമ്മിറ്റിയിൽ ഇനിയും നമുക്ക് പ്രഷറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്തു, ജോസ് ഐസക്കിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. സുനിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും സർവ്വസമ്മതനായ ഒരു വ്യക്തിയാണ്, എല്ലാ അസോസിയേഷൻ്റെയും റെപ്രസെൻ്റ് ചെയ്ത് അദ്ദേഹം മതി. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് ഞാൻ ഷെയർ ചെയ്തു. നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വ്യക്തിയാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന എല്ലാ പ്രതിനിധികളെയും ഒരു പ്രാവശ്യമെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ
ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നടക്കുമായിരിക്കും. ഇനിയും ഒന്നുകൂടി പ്രഷറൈസ് ചെയ്ത് ചിലപ്പം സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ധരിപ്പിക്കുവാനുള്ളത്. ഇനി പിന്നെ കൂടുതൽ മെമ്മോറാണ്ടംസും റെപ്രസെൻറ്റേഷൻസും അല്ലാതെയും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസും ഒക്കെ നടത്തി ഇവരെയൊക്കെ ഉൾക്കൊള്ളാനും വിളിക്കുവാനും ഒക്കെ ശ്രമിക്കുക. അതാണ് പിന്നെ ഈ അവസരത്തിൽ എനിക്ക് ഉദ്ബോധിപ്പിക്കുവാനുള്ളത്. താങ്ക് യു. ഓക്കെ, ഡോക്ടറെ, വളരെ സന്തോഷം. അപ്പോ നമ്മുടെ ചർച്ച ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സമയക്കുറവുണ്ട്, 1 മിനിറ്റ് അധികമായി. ഡോക്ടറെ, നമുക്ക് ലേശം കൂടെ ഇതാരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ആർക്കും ചർച്ചയാണ്. ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതിൽ എനിക്ക് വിഷമമില്ല. ഞാനൊരു ചെറിയ പോയിന്റ് പറയുന്നുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തിയപ്പോഴും നമ്മൾ സത്യത്തിൽ കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഈ വിഷയം പറയുകയുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇപ്പോൾ തന്നെ ഒരു മെമ്മോറാണ്ടം കൊടുക്കണം, നേരിട്ട് പോയി കാണണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ സീരിയസ് വിഷയങ്ങൾ സംസാരിക്കുമ്പം അനാവശ്യമായ വിഷയങ്ങൾ സംസാരിച്ച് നമ്മളെ ആ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ അന്ന് പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യം ചെല്ലുന്നത് നമ്മളായിരുന്നേനെ. അന്ന് തന്നെ നമ്മൾ ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ സെക്രട്ടറി അന്ന് ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് കൊടുത്തോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ കൊടുത്തു? ഡ്രാഫ്റ്റ് തയ്യാറാക്കി. പക്ഷേ നിയമസഭയുടെ ഇതിനിടയ്ക്ക് നമ്മുടെ വി ഡി സാറിന്റെ ഡോക്ടറായിട്ടുള്ള എറണാകുളത്തുള്ള സാറിനെ വിളിച്ചിരുന്നു. സാറ് പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ പോയി ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം, അത് വാങ്ങിച്ചു വെക്കും. പക്ഷെ വെറുതെ ഒരു റെപ്രസെന്റേഷനും കൊടുത്ത് ഒരു ഫോട്ടോ എടുത്ത് വരുന്നതിൽ അർത്ഥമില്ല. നമുക്ക് മന്ത്രിയുടെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ ഒരു 10 മിനിറ്റ് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലാണ് കാര്യം. നമുക്ക് ഫോട്ടോ എടുക്കാനാണ്, ആളാവാനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ, നമുക്ക് ആ റെപ്രസെന്റേഷൻ കൊടുക്കാം, ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടാം, അതവിടെ തീരും. അതിനപ്പുറത്തേക്കാണ് ലക്ഷ്യബോധത്തോടെ നീങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുമായ ഒരു 10 മിനിറ്റ് നമുക്ക് ഇരിക്കാനുള്ള സമയം ലഭിക്കണം. അത് നിയമസഭയിൽ ലഭിക്കില്ല. അവരുടെ ക്യാബിനിൽ നമുക്ക് കിട്ടുന്ന ഈ സമയത്ത് നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ഒരു ലോബിങ്ങിന്റെ ഒരു ആർട്ടായിട്ട് തന്നെ സാർ കണക്കായിക്കോളൂ. നമുക്ക് ആ 10 മിനിറ്റ് തന്നെ വേണം. അതിനുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അത് ഇവിടെ പറയുന്നില്ല. അതിൻ്റെതായ കാര്യങ്ങൾ ബാക്ക് എൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോറത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഡയറക്ടർ വരും. ഡയറക്ടറുടെ അടുത്ത് ഞാൻ ഹോമിയോപ്പതിയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. സ്പോർട്സ് മന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതെല്ലാം IFPH വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മുഴുവനായിട്ട് ഇവിടെ വെളിപ്പെടുന്നില്ല. കൃത്യമായ സമയത്ത് സംഘടനയുടെ IFPH ലേബിൽ അത് വരുന്ന രീതിയിൽ മുന്നിൽ വരും. അതെ, സെക്രട്ടറി വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തതായിട്ട് എന്നോട് അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഔപചാരികമായിട്ട് ഇത് എത്തിയോ ഇല്ലെന്ന് അറിഞ്ഞില്ല. ഇപ്പൊ നമുക്കിപ്പം ഒന്നിലും നമ്മളില്ല. ഇപ്പൊ ആപ്പാടെ ഉള്ളത് ഹൈപ്പർ കമ്മിറ്റിയിൽ നമ്മുടെ ഡയറക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഒന്നും നടന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ആ റെപ്രസെന്റേറ്റീവിനെ കൊണ്ട് മാക്സിമം നമുക്ക് ഹോമിയോപ്പതിക്ക് എന്തൊക്കെ സ്കോപ്പുകൾ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിപ്പിക്കാൻ വേണ്ടി ഏത് രീതിയിൽ ശ്രമിക്കാൻ പറ്റും അതും കൂടെ നമ്മൾ കാരണം നമ്മളെ ഇപ്പൊ ഒരാളെ ഉള്ളൂ, ഡയറക്ടറെ ഉള്ളൂ ആ കമ്മിറ്റിയിൽ, വേറെ ആരും ഇല്ല. അപ്പൊ ആ ഉള്ള വ്യക്തിയെ കൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ പറയിപ്പിക്കാൻ തൽക്കാലം ശ്രമിക്കുക. പിന്നെ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു നീക്കം നടത്തണം. സാജനെ നമ്മുടെ റെപ്രസെന്റേറ്റീവായിട്ട് കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ നോക്കി, നടന്നില്ല. ഇതിനിടയ്ക്ക് എറണാകുളം വഴി രാജേഷ് ഡോക്ടർ വഴി ഒരു ശ്രമം നടത്തി, അത് നടന്നില്ല. അത് വേറൊരു ലോബിയുടെ രീതിയിൽ അതങ്ങനെ നിൽക്കുകയാണ്. ഇത് ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുമെന്ന് അന്വേഷണ നായർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമെന്നറിയില്ല. അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ റിട്ടേൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡയറക്ടറെ ധരിപ്പിക്കണം. പിന്നെ ആ പേപ്പർ വെച്ച് തന്നെ അവര് മീറ്റിംഗിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ആ രീതിയിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ SS ലാലുമായിട്ട് സംസാരിച്ചിരുന്നു. SS ലാല് പറഞ്ഞത് ഇതിനകത്ത് പിന്നെ ഡെന്റൽ അസോസിയേഷന്റെ റെപ്രസെന്റേഷൻ വന്നിട്ടില്ല, അതുപോലെ അഗ്രികൾച്ചറിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ വന്നിട്ടില്ല,
പിന്നെ വേറെ ഒരു ടീം അങ്ങനെ വെറ്റിനറിയുടെ റെപ്രസെൻറ്റേഷൻ വന്നിട്ടില്ല. പലരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഒരു കാലാകാലത്തേക്കുള്ള ഒരു കമ്മിറ്റി അല്ല. ഇത് ഇപ്പോഴത്തെ എപ്പിഡമിക് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് തട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ധ്വനി അങ്ങേര് പറഞ്ഞു. അപ്പൊ ഞാൻ അല്ല ആലോചിച്ചപ്പോൾ ശരിയാണ്, ഈ പറയുന്ന വ്യക്തികളൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അല്ല അപ്പം ഡോക്ടറെ, അല്ല അതുപോലെയാണ് ഈ നമ്മള് ഡോക്ടറെ, അതുപോലെയാണ് സാർ അല്ല അങ്ങനെയാണെങ്കിൽ അതുപോലെയല്ല സാർ നമ്മള് ഇത് പബ്ലിക് ആരോഗ്യ ഹെൽത്ത് കമ്മീഷൻ പബ്ലിക് എപ്പിഡമിക് ഹെൽത്തിന്റെ വരുമ്പോ അകത്ത് ദന്തിസ്ട്രിക്കും അനിമൽ ഹസ്ബൻഡറിക്കും ഒന്നും റോളില്ല. അത് ഹോമിയോപ്പതി, ആയുർവേദ അല്ലെങ്കിൽ അലോപ്പതി ആ സിസ്റ്റത്തിനേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ദന്തിസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞേ ഉള്ളൂ, നമ്മളെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്യാനായിട്ട്. ഡോക്ടറെ അത് ഡോക്ടർ മാത്രമല്ല, നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇവിടെ അവർ ഫേസ് ചെയ്യുന്നത് എന്താണ്? വൈറൽ ഡിസീസിനെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും സ്കോപ്പുള്ള സിസ്റ്റമാണ് ഹോമിയോപ്പതി. അത് നമ്മൾ നമ്മുടെ പ്രതിനിധിയെ കൊണ്ട് അവിടെ പറയിപ്പിക്കാനുള്ള ഇത് ചെയ്യണം. അതേ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി അല്ലാതെ പുതിയ ആളുകളെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും എത്രത്തോളം സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി ഉള്ള വ്യക്തിയെ കൊണ്ട് മാക്സിമം നമ്മുടെ പോയിന്റ്സ് അവിടെ പറയിപ്പിക്കുക. ഡോക്ടർ സാർ ഒരു ഷെഫിക്ക് പറഞ്ഞില്ലേ, ഷെഫിക്കും ടിവിയും കൂടെ പോയി കാണണമെന്ന്. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യം കിട്ടും. നമ്മുടെ കോഴിക്കോടൊന്നും അല്ലെങ്കിൽ കാസർഗോഡ് ആൾ വരുന്ന പോലെ അല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താവശ്യമുണ്ട് ഒരു ദിവസം നേരത്തെ പറയണെങ്കിൽ ഞാനും വരാറുണ്ട്. ഓക്കെ സാറേ. ബിനോയ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് കുറെ നേരമായി. ഡോക്ടർ അഡ്മിറ്റ് സംസാരിച്ചോളൂ. ബിനോയാണ്. ഈ അലോപ്പതി സ്പെൻഡ് ചെയ്യുന്നത് ആയിരക്കണക്കിന് കോടിയാണ് ഈ ഫീൽഡിലേക്ക്. അവരുടെ ലോബിയും പവർ വെരി ഹൈ ആണ്. നമുക്ക് ഹോമിയോപ്പതിക്ക് ഉള്ളതെന്ന് പറയുന്നത് സ്ട്രേറ്റ് ഫോർ നല്ല ചികിത്സാ സമ്പ്രദായം, സൈഡ് എഫക്ട്സ് ഇല്ല, വളരെ എഫക്റ്റീവാണ്. അലോപ്പതിക്ക് ചികിത്സിക്കാൻ പറ്റാത്ത എല്ലാ മേഖലകളിലും നമുക്ക് ചികിത്സിക്കാനുള്ള കഴിവും അതിനുള്ള എഫക്റ്റീവ്നെസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ സ്കോപ്പിനെ പറ്റിയാണ്. നമുക്ക് ഈ പബ്ലിക് ഹെൽത്ത് ബില്ല് അത് ക്യാൻസൽ ചെയ്ത് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം. അതുകൂടാതെ ഈ നമ്മുടെ മന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അലോപ്പതി ഡോക്ടർമാർ അവൈലബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ അവർക്ക് കേപ്പബിലിറ്റീസ് ഇല്ല, അവർക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള ഫുൾ ഇക്വിപ്മെൻറ്റ്സ് ഇല്ല, അങ്ങനെ ഒത്തിരി ഷോർട്ടേജ് പറയുന്നുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി ക്ലിനിക്കുകൾ പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കുകളായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അവിടെ നിന്നുള്ള റെഫറൻസ്, അല്ലെങ്കിൽ ആയുഷ് ക്ലിനിക്കിൽ നിന്നുള്ള റെഫറൻസ് കൊണ്ട് മാത്രമാണ് അലോപ്പതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊരു ബേസിക് റൂൾ എന്ന് വെച്ചാൽ റെഫറൻസ് കിട്ടണം. നമ്മുടെ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുഷ് ക്ലിനിക്ക് ഡിസൈഡ് ചെയ്യണം ഇഫ് ദീസ് പേഷ്യൻ്റ് നീഡ് എൻഹാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓർ നോട്ട്. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ബേസിക് വരുവാണെങ്കിൽ, വേണം എന്നുള്ളൊരു ഡിസിഷൻ വരുവാണെങ്കിൽ തന്നെ ഈ അലോപ്പതിയിലേക്കുള്ള പ്രഷർ കുറയും, നമ്മുടെ ഹോമിയോപ്പതിക്ക് നല്ലൊരു സ്കോപ്പും വരും. അപ്പോൾ അതുകൂടാതെ എഡ്യൂക്കേഷനിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. മറ്റ് നമ്മുടെ പേഷ്യൻറ്റ് ബേസ് അല്ലെങ്കിൽ പബ്ലിക് ബേസിന് അവയർനെസ്സും കൂടുതൽ വരും നമ്മുടെ ഹോമിയോപ്പതിയുടെ സ്കോപ്പിനെയും എഫക്റ്റീവ്നെസ്സിനെയും പറ്റി. ആ ഒരു ഫീൽഡിൽ അതൊരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അത് എപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ അതൊരു ഓവർകില്ലായിരിക്കും ബേസിക്കലി. അത് ആഡ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ കാണിക്കണം. ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുഷ് ക്ലിനിക്കിൻ്റെ റെഫറൻസ് വേണം ഈ അലോപ്പതിയുടെ ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ അവരുടെ എമർജൻസി മാനേജ്മെൻറ്റിന്. ഇഫ് ഇറ്റ്സ് നോട്ട് എ ക്രിട്ടിക്കൽ എമർജൻസി, they should come to an Ayush clinic. The patient should come to an Ayush clinic, and they couldn't figure out, they couldn't sort it out, they will reference it. Something like that. We should add that particular point and make it as a primary selling point, because homeopathy has all the amenities to treat any primary health issues. That's my short suggestion. ഓക്കെ ബിനോയ് ഡോക്ടറെ, സന്തോഷം. കിരൺ ചന്ദ് വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. കിരൺ ചന്ദ്. മനോജ് സാറ് നമ്മുടെ നിവേദനം കൊടുക്കുന്നതിന് നമ്മുടെ നിയമസഭ തിങ്കളാഴ്ച ഇപ്പൊ ധനാഭ്യർത്ഥന ചർച്ച ആയതുകൊണ്ട് അതിന്റെ തിരക്കിൽ വേറെ മറ്റു കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യുന്നില്ലായിരുന്നു. തിങ്കളും ചൊവ്വയും നിയമസഭ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം അടുത്ത ആഴ്ചയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും സ്റ്റേറ്റ് ഹെൽത്ത് ഡയറക്ടറെയും കാണുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാം. അത് നടക്കുന്നുണ്ട്. നിവേദനപരമായിട്ട് ഉള്ള അഭിപ്രായങ്ങൾ മനോജ് സാർ കുറച്ച് തന്നു. ഇപ്പോൾ നമ്മുടെ ജോസ് ഐസക് സാർ കുറച്ച് അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. ബിനോയ് സാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്വൈസറി കമ്മിറ്റി ഇടുക. അതെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് കൊടുക്കാം. 2 നിവേദനങ്ങളാണ്. പൊതുജനാരോഗ്യ നിയമത്തെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു നിവേദനം. രണ്ടാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ലോബിയിങ്. ഇതാണ് 2 തരം നിവേദനങ്ങളാണ് IFPHന്റെ ഭാഗത്തു നിന്ന് പോകുക. ഒരു സെക്കൻഡ്, നമുക്ക് ഇതിന്റെ ഒരു രണ്ടാമതൊരു ചർച്ച കൂടി അടുത്ത ആഴ്ച വെച്ചാലോ? കാരണം ഇപ്പൊ ഈ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ധനേഷ് ഡോക്ടറെ. തുടർ നടപടികളിലോട്ട് പോകേണ്ട ഒത്തിരി പേര് ഹരിഹരൻ ഡോക്ടറോട് ഒന്നും ചോദിച്ചിട്ടില്ല, സമയം ഒത്തിരി വൈകിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഈ നമുക്ക് വർഷമെങ്കിലും ഒരു അപ്പെക്സ് ബോഡി പോലെ ഒരു നേച്ചർ ഉണ്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടായി വരണം. എല്ലാ ഹോമിയോപ്പതി സംഘടനകളും കൂടിച്ചേർന്ന ഒരു അപ്പെക്സ് ബോഡി പോലെ വന്നതിന് ശേഷം ആ അപ്പെക്സ് ബോഡി അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് ഇ സാർ പറഞ്ഞ പോയിന്റ് മുമ്പ് ശൈലജ ടീച്ചറും പറഞ്ഞിട്ടുണ്ട്, IMA വരും ഒറ്റ ഇതായിട്ട്, ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവർ പലതായിട്ടാണല്ലോ വരുന്നത്. ഇത് വേറെ രീതിയിൽ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു നേരത്തെ ഷാജി കുടിയേറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായിട്ട് എല്ലാ സംഘടനയുടെയും ഓരോരുത്തരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു നിവേദനം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് സഹകരിക്കുന്നില്ലെങ്കിൽ മാത്രം IFPHന്റേതായ ഒരു ടീം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും കാണുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഹോമിയോപ്പതി ഒറ്റക്കെട്ടാണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാവരും സംഘടിപ്പിച്ച് ചേട്ടൻ സാർ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സാറ് തന്നെ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് സാർ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാമെങ്കിൽ നമുക്ക് അടുത്ത വ്യാഴാഴ്ച തന്നെ ഈ പ്രോഗ്രാം ചെയ്യാം. അടുത്ത വ്യാഴാഴ്ച. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ വിശദമായ ഒരു ചർച്ച തന്നെയാണ് പുതിയ സർക്കാരിൽ നിന്നുള്ള പ്രതീക്ഷകളായിട്ട് എല്ലാവരും പങ്കുവച്ചത്. അപ്പോ വളരെ നല്ല ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗം വേണമെങ്കിൽ നമുക്കൊരു ദിവസം കൂടി സംഘടിപ്പിക്കാവുന്നതാണ്. സമയം പോലെ ഇന്ന് പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും. അശോക് കുമാർ ഡോക്ടർക്ക് എന്തെങ്കിലും പറഞ്ഞു നിർത്താനുണ്ടോ? ഇല്ലല്ലോ, തീർച്ചയായിട്ടും. അപ്പോ ഇന്ന് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടർ. IFPHന്റെ പ്രതിനിധ ചുമതലകളിൽ 2723 സെഷനിൽ നടത്തപ്പെട്ട പുതിയ സർക്കാർ ഹോമിയോപ്പതിയുടെ പുതിയ പ്രതീക്ഷകൾ എന്നീ വിഷയത്തിലെ ചർച്ചയിൽ വിഷയാവതരണം നടത്തുകയും പുതിയ സർക്കാരിന്റെ മുന്നിൽ വെക്കേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, വൈറൽ രോഗങ്ങളുടെ പ്രതിരോധം, ജനനി പദ്ധതി, ക്യാൻസർ രോഗ ചികിത്സയിലുള്ള പങ്ക്, സ്പോർട്സ് മെഡിസിനിലുള്ള പങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുകയും അതുപോലെ ഹോമിയോപ്പതി വിദ്യാഭ്യാസം, PG സീറ്റുകളുടെ കുറവുകൾ എന്നീ കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് DMO IR അശോക് കുമാർ ഡോക്ടർക്ക് IFPHന്റെയും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുകയും അടുത്ത 5 വർഷം ഹോമിയോപ്പതി സർക്കാർ തലത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും കോളേജുകളിൽ സീനിയർ ഹൗസ് ഏജൻസി ആരംഭിക്കുക, PG സീറ്റുകൾ വർദ്ധിപ്പിക്കുക, പുതിയ PG സീറ്റുകൾ ആരംഭിക്കുക, പിന്നെ അതുപോലെ തന്നെ പെർമനന്റ് ടീച്ചിങ് സ്റ്റാഫിനെ നിയമിക്കുക, അവാർഡുകൾ പുനഃസ്ഥാപിക്കുക, ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എപ്പിഡമിക് മൊബൈൽ യൂണിറ്റ് ഉണ്ടാകുക, ഓപ്പറേഷൻ തൂഫാൻ കസ്റ്റഡിയിലുള്ളവരെ ഹോമിയോപ്പതി ചികിത്സ നടത്തുക, താലൂക്ക് ആശുപത്രികളെ ഡിസ്ട്രിക്ട് ആശുപത്രികളാക്കുക, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഡോക്ടർ ജോസ് ഐസക് സാറിനും ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് വിവിധ കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായി ഹോമിയോപ്പതിയുടെ സാധ്യതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് നേരിട്ട് കണ്ട് അവതരിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ബഹുമാന്യനായ IFPH പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സൈഡ് സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. കൈനനയാതെ മീൻ പിടിക്കാൻ സാധിക്കില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി നിവേദനം കൊടുത്ത് അതിന്റെ ഫോളോ അപ്പ് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്ത IFPH വൈസ് പ്രസിഡന്റ് ഷാജി കുടിയേറ്റ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.
ഹോമിയോപ്പതി വിദ്യാഭ്യാസത്തിന്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റം വരുത്തണമെന്നും അത് സർക്കാരിനെ അറിയിക്കണമെന്നും അഭിപ്രായപ്പെട്ട മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആഹ്വാനം ചെയ്ത നമ്മുടെ സെക്രട്ടറി ശ്രീ കിരൺ ചന്ദ് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മീഡിയ സെൽ ഏഹ്യ ഡോക്ടർ വളരെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ മന്ത്രിസഭയിൽ പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റിയിട്ടില്ലെന്നുള്ള കാര്യങ്ങളും ആരും തന്നെ തക്ക സമയത്ത് പ്രവർത്തിച്ചില്ലെന്നുള്ള സത്യവും നമ്മളെ അറിയിക്കുകയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നും അഭിപ്രായപ്പെടുകയും ചെയ്ത ഏഹ്യ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനെ കുറിച്ച് നമ്മളോട് അഭിപ്രായപ്പെട്ട ധനേഷ് ഡോക്ടർക്കും പിന്നെ ഡയറക്ടറിനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിക്കുക എന്ന ഒരു ലക്ഷ്യം നമ്മൾ വെക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഷഫീഖ് ഡോക്ടർക്കും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞ ബിനോയ് ഡോക്ടർക്കും എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. ഡോക്ടർക്ക് പറഞ്ഞായിരുന്നു പ്രൈവറ്റ് ഡോക്ടർമാരുടെ കൂടുതൽ പ്രൈവറ്റ് ഡോക്ടർമാരെ കൂടി അവരുടെ പ്രശ്നങ്ങൾ കൂടി അല്ല അത് ഞാനത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞില്ലല്ലേ. സ്വകാര്യ മേഖല വളരെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ചില കാര്യങ്ങൾ ലഘൂകരിക്കണമെന്നും അതുപോലെ പൊതുജനാരോഗ്യ ബില്ലിൽ രോഗിയുടെയും രോഗത്തിന്റെയും വിവരങ്ങൾ നൽകുന്നത് വിപത്താണെന്നും അഭിപ്രായപ്പെട്ട VK ദേവരാജൻ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഞാൻ എഴുതിയിട്ടിരുന്നു, പക്ഷെ വായിച്ചു വന്ന വഴി അത് വിട്ടുപോയതാണ്. ദേവരാജ ഡോക്ടർ പ്രത്യേകം ക്ഷമിക്കണം. അതുപോലെ ഇന്നത്തെ ചർച്ചയുടെ മോഡറേറ്റർ ശൈല ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുത്ത ഈ ചർച്ച വിജയകരമാക്കിയ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനായി ഹോമിയോപ്പതിയെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി എല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്നത്തെ ചർച്ചയോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.